ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് പ്രത്യേകിച്ചൊന്നുമില്ല, ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇല്ല കേട്ടോ. രാവിലെ ഒന്ന് ഇളക്കിയതേ ഇല്ല ഇവരാ. അതിന് ശേഷം ഇതാ കൂട്ടിനുള്ളിൽ പിടിച്ചുകൂട്ടിയിട്ട് പോയതാണ്. ഇപ്പോൾ എത്തിയനത്ര. അപ്പോൾ ഇളക്കിയതിൻ്റെ ഒരു സന്തോഷത്തിലാണ് കേട്ടോ ഇവരുള്ളത്. ഇവരെ ഞാൻ ഈ കുഞ്ഞി കൂട്ടിനകത്താണ് ഇപ്പോൾ കൂട്ടൽ. ഇപ്പുറത്തേക്ക് ഞാൻ പുറത്തേക്ക് കൂട്ടിൽ തള്ളക്കോഴിനെയും മക്കളെ ആക്കിയിട്ടേ ഉള്ളത്. ഈ കുഞ്ഞുങ്ങൾക്കിപ്പോൾ ഏകദേശം 3 ആഴ്ച പ്രായം കഴിഞ്ഞു. 1 മാസം ആവാൻ പോവുകയെന്ന്. ഈ കുപ്പീനെ കൊണ്ട് ഉണ്ടാക്കിയ ഈ പാത്രത്തിൻ്റെ അകത്താണ് കേട്ടോ ഞാൻ തീറ്റിട്ട് കൊടുക്കൽ. 2 കുപ്പിയും കൂടെ ജോയിൻ്റ് ആക്കിയതാണ്. അതായത് സൈഡിലേക്ക് കൂടി ഇങ്ങനെ മുറിച്ചിട്ട് ദ്വാരാക്കിയിട്ട് ഇതുപോലെ മുറിച്ച് ദ്വാരാക്കിയിട്ട് ഇതിനകത്താണ് തീറ്റിട്ട് കൊടുക്കൽ. മറ്റെങ്ങനെ ആക്കി കഴിഞ്ഞാൽ തള്ളക്കോഴി മൊത്തം ചവിട്ടി പുറത്തേക്ക് തെറിപ്പിക്കുന്നത്. അവർക്ക് ഈ ചകഞ്ഞ് ശീലമുള്ളത് കൊണ്ട് എല്ലാം നിലത്തേക്ക് എത്തിക്കുന്നു. അപ്പോൾ ഇങ്ങനെയാകുമ്പോൾ പ്രശ്നമില്ല. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഇട്ടുകൊടുത്ത തീറ്റയെല്ലാം കറക്റ്റ് അതിൽ തന്നെ നിൽക്കുന്നുണ്ട്. കുഞ്ഞുങ്ങൾക്കെല്ലാം തിന്നാനും കഴിയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് ഇതിനകത്താക്കിയിട്ടാണ് ഉള്ളത്. നമ്മൾ ഇൻക്യുബേറ്ററിൽ വെച്ച് വിരിയിച്ചെടുത്ത കുഞ്ഞുങ്ങളാണ്. ഇവരിപ്പോൾ ഏകദേശം 2 മാസം ആവലായി. അപ്പോൾ എല്ലാവരും ഇല്ല, കുറേ ആളെല്ലാം കൊടുത്തു. ഇനിയിപ്പോൾ കുറച്ച് ആൾക്കാരുള്ളതേ ഉള്ളൂ. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം വിരിഞ്ഞ കുറച്ച് അമ്മയും മക്കളുമാണ്. ഫസ്റ്റ് നമുക്ക് വിരിഞ്ഞിറങ്ങിയതാണ്. അതിലുള്ള ആൾക്കാരാണ്. അതിലൊരാൾ ഇപ്പുറമാണ് ഉള്ളത്. ഇതിൻ്റെ മേലേ കൂടെ ചെറിയൊരു ദ്വാരമുണ്ട്. അതിലേ കൂടെ അതാണ്ട് ആ കണക്ഷൻ്റെ അതിലേ കൂടെയാണ് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും കിടക്കുന്നത്. കടന്ന് കഴിഞ്ഞാൽ പിന്നെ ഇപ്പുറത്തേക്ക് കയറി വരേണ്ട വഴിയൊന്നും അവർക്കറിയില്ല. അപ്പോൾ അമ്മയും മക്കളെല്ലാം നല്ല ഉഷാറായിട്ട് തന്നെയുണ്ട്. ഇതാണ് നമുക്കിപ്പോൾ ഈ കൂട്ടിലുള്ള പുതിയൊരു വിശേഷം എന്ന് പറഞ്ഞത് ഇതാണ്. എത്ര മക്കളുണ്ടെന്ന് ഞാൻ നോക്കിയിട്ടില്ല, എത്ര ആളില്ലെന്നറിയില്ല. നോക്കാനായിട്ട് തൊടാനവൾ വിടുന്നുമില്ല. ഭയങ്കര കൊത്തലും ബഹളെല്ലാന്ന്. തീറ്റിട്ട് കൊടുക്കാൻ വരെ കയ്യിൻ്റെ ഉള്ളിലേക്ക് ഇടാൻ കഴിയില്ല, അത്രയും ചൂടാൻ നോക്കും. പിന്നെ മക്കളുടെ അടുത്ത് പോയേക്കോന്ന് വെച്ചിട്ട് അതുകൊണ്ട് കുഞ്ഞുങ്ങൾ എത്ര ഉണ്ടെന്നുണ്ടെന്ന് ഞാൻ നോക്കിയിട്ടില്ല. ഈ കാണുന്ന ടാങ്കിൻ്റെ അകത്താണ് ഞാൻ കോഴികൾക്കുള്ള തീറ്റ ഉണ്ടാക്കുന്നത്. തീറ്റ എന്ന് വെച്ചാൽ പ്രോട്ടീൻ തീറ്റ. നമ്മുടെ ബ്ലാക്ക് സോൾജിയർ കുഞ്ഞുങ്ങളെ ഇതിനകത്തിട്ടിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇതിലിപ്പോൾ കോഴിക്കുഞ്ഞുങ്ങൾക്ക് തീറ്റ എടുത്തു കൊടുത്തതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇതിനകത്ത് അധികമൊന്നുമില്ല. എല്ലാം മുകളിലുണ്ടായതെല്ലാം താലോട്ടേക്ക് പോയി. ഇത് തുറന്നപ്പാടനെ ഇതിനകത്ത് ഉണ്ടായതെല്ലാം താഴേക്ക് പോകും. അപ്പോൾ ഇതിൻ്റെ അകത്തെന്ന് വെച്ചാൽ ഞാൻ എല്ലാ വേസ്റ്റും ഇടും. വീട്ടിൽ വരുന്ന എല്ലാ വേസ്റ്റും സാധനങ്ങളെല്ലാം ഇതിലേക്ക് ഇടും. അപ്പോൾ അത് 2-3 ദിവസം കൊണ്ട് ചീഞ്ഞ് പിന്നെ പുഴുക്കൾ എന്താ പറയുക ബ്ലാക്ക് സോൾജർ ഫ്ലൈ വന്ന് മുട്ടയിട്ട് പുഴുക്കളാവാൻ തുടങ്ങും. അപ്പോൾ കുറച്ച് വലിപ്പമായതിന് ശേഷമാണ് ഞാൻ കുഞ്ഞു കോഴികൾക്ക് എടുത്ത് കൊടുക്കൽ. വലിയത് അതിൻ്റെ സൈഡെല്ലാം പറ്റി കഴിഞ്ഞാൽ ഇതുപോലെ ഇവർക്ക് ഇതുപോലെ കോരി കൊടുക്കും. ചെറിയവരെല്ലാം കൊണ്ട് കൊടുത്തു. ഇതുപോലെ ഈ 2 പാത്രങ്ങൾ അതിനായിട്ട് വെച്ചതാണ്. ആ കോരിയും ഈ ഒരു പാത്രത്തിൽ ഇതിനകത്ത് കോരി പുറത്തേക്ക് ഇതുപോലെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ താഴെ പാത്രത്തിലേക്ക് ഇതുപോലെ പുഴുക്കള ഹോൾസിലേക്ക് കൂടെ വെക്കുമ്പോൾ അത് കൊത്തി തിന്നാൻ എളുപ്പമാണല്ലോ. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. ഇവർക്കാണ് ഞാൻ ആദ്യം പുഴുക്കളെ കൊണ്ട് കൊടുത്തത്. ഇതിപ്പോൾ ഇവർ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിച്ചിട്ട് ഏകദേശം എല്ലാവർക്കും വയറ് നിറഞ്ഞു. ഒരുപാടൊന്നും തിന്നൂല. എത്ര കൊണ്ട് അധികം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവരധികമൊന്നും തിന്നൂല. അവർക്ക് ആവശ്യമുള്ളത് മാത്രം എടുക്കും, ബാക്കി അവിടെ വെക്കും. അപ്പം ഞാൻ ആ പാത്രം എടുത്തിട്ട് അടുത്ത കോഴിക്കുഞ്ഞുങ്ങൾക്ക് വെച്ച് കൊടുക്കും. അങ്ങനെ ചെയ്യല്ലേ. ആദ്യം ഇവർക്ക് കൊടുക്കൽ. ഇവർക്ക് കൊടുത്തതിന് ശേഷമാണ് ചെറിയ മക്കൾ ബാക്കിയുള്ളവർക്കെല്ലാം വീണ്ടും കൊടുത്തുകൊണ്ടിരിക്കൽ. എന്താ വെച്ചാൽ ആദ്യം തന്നെ ഞാൻ ഒരുപാട് എടുക്കാൻ നിൽക്കില്ല. ഇതുപോലെ കുറച്ച് എടുത്തിട്ടാകുമ്പോൾ ആദ്യം ഇവർക്ക് വെക്കും. ഇവരെ വിശപ്പ് തീർന്നിട്ടാകുമ്പം അതേ പാത്രം തന്നെ അടുത്ത കൂട്ടിൽ വെച്ച് കൊടുക്കും. അവരത് ഏകദേശം തിന്ന് മതിയാക്കി കാണുമ്പോൾ അവിടെ നിന്ന് എടുത്തിട്ട് അടുത്ത കൂട്ടി കൊണ്ടുവച്ച് കൊടുക്കും. അപ്പോഴത്തേക്ക് കുഞ്ഞുങ്ങളെല്ലാം തീറ്റുന്നോണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവർക്ക് ഞാൻ ബ്ലാക്ക് സോൾജർ കൊടുക്കൽ ആ പുറത്ത് കണ്ട നെറ്റ് അങ്ങനെ ഇതിൻ്റെ മേലെ വെച്ച് കൊടുക്കലാണ്. പുഴുക്കളെ കോരി ഇടുന്ന പാത്രം അതിങ്ങനെ ഇതിൻ്റെ മേലെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലൊരു പാത്രവും വെച്ച് കൊടുക്കും. അപ്പോൾ അതിന് മേലിന് പുഴുക്കൾ ഡയറക്റ്റ് ആ പാത്രത്തിലേക്ക് ഇങ്ങനെ ഇടക്കിടക്കേ താലോട്ട് വീണ് കൊടുക്കുമ്പോൾ ഇവർക്ക് ഇടക്കിടക്കേ കഴിക്കാം. അപ്പോൾ കുറച്ച് നേരം അധിക സമയം എനിക്ക് ഇവരെ കൂട്ടിൻ്റെ അകത്ത് ആ പുഴുക്കളെ വെച്ച് കൊടുക്കാൻ കഴിയും. അധിക നേരമല്ല, എന്നാലും ഒരത്യാവശ്യ സമയം വരെ അവർക്ക് തിന്നാനുള്ള തീറ്റയാവും. അതുകൊണ്ട് എൻ്റെ കുഞ്ഞുങ്ങൾ പെട്ടെന്ന് ഉഷാറാവുന്നുണ്ടേ. അതുപോലെ തന്നെ എനിക്ക് ഈ കുഞ്ഞുങ്ങളെല്ലാം സെയിൽ ചെയ്യാനുള്ളതാണ്. ഈ കൂട്ടിലിപ്പോൾ 9 കുഞ്ഞുങ്ങളുണ്ട്. നാടൻ കോഴി കുഞ്ഞുങ്ങളാണ്. അപ്പോൾ ഇവരെ കൊടുക്കാനുള്ളതാണ്. അതുപോലെ തന്നെ ഈ പുറത്തിലെ 17 കുഞ്ഞുങ്ങളുണ്ട്. ഇവരെയും കൊടുക്കാനുള്ളതാണ്. അവരെ മാത്രമല്ല ഈ കുഞ്ഞുങ്ങളെയും കൊടുക്കാനുള്ളതാണ്. 8 കുഞ്ഞുങ്ങളാണുള്ളത്. ഇവർ ഇങ്ങനെ 8 കുഞ്ഞുങ്ങളുണ്ട്. അപ്പോൾ ഇവരെയും കൊടുക്കാനുള്ളത് തന്നെയാണ്. ഇവരിപ്പോൾ ഏകദേശം 1 മാസം 10 ദിവസം ആവലായി ഇവർക്ക്. അപ്പോൾ ഇവരെയും കൊടുക്കാനുള്ളതാണ്. അതുപോലെ തന്നെ നമ്മളെ ചുവപ്പ് കളർ പടേൻ്റെ മക്കളെയും കൊടുക്കാനുള്ളതാണ്. അത് എത്ര മക്കൾ എനിക്ക് കൃത്യമായിട്ട് ഞാൻ എടുത്ത് ഇടുമ്പോൾ എണ്ണിയിട്ടുണ്ടായിനി, പക്ഷേ എനിക്ക് ഓർമ്മയില്ല. ആടെ എല്ലായിട്ട് കുഞ്ഞുങ്ങളില്ലതുകൊണ്ട് എത്രണ്ണാന്ന് കൃത്യമായിട്ട് ഓർമ്മയില്ല. അപ്പോൾ ഇവളെ കുഞ്ഞുങ്ങളെയും കൊടുക്കാനില്ലയാണ്. ഡേ ഓൾഡ് കുഞ്ഞുങ്ങൾ ഇന്നലെ വിരിഞ്ഞിറങ്ങിയതാണ്. അപ്പോൾ 5 ദിവസം വരെ നമ്മൾ ഡേ ഓൾഡ് എന്നിട്ടല്ലേ കൊടുക്കൽ. അപ്പോൾ ഇവർക്ക് ആവശ്യക്കാരുണ്ടെങ്കിൽ വീടിൻ്റെ താഴെ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ.
അപ്പോൾ റിപ്ലൈ തരുന്നതായിരിക്കും. ലാസ്റ്റായിട്ടുള്ളൊരു വിശേഷം എന്ന് പറഞ്ഞത് നമ്മൾ ഈ ഒരു തള്ളേനെയും കുഞ്ഞുങ്ങളെയും കൊടുത്തു. ഇതിനെ ഞാൻ ഇതിനിടയ്ക്ക് സ്റ്റൈൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായതാണ്. അപ്പോൾ ഈ കോഴീനെയും കുഞ്ഞുങ്ങളെയും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു യൂട്യൂബറാണ് എടുത്തിട്ടുണ്ടായത്. മൈ ബ്ലോഗ് മൈ വേൾഡ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിൻ്റെ ഉടമയാണ് ഈ കോഴികൾ എടുത്തിട്ടുണ്ടായത്. തള്ളക്കോഴിയും 7 കുഞ്ഞുങ്ങളുമാണ് സെയിൽ ചെയ്തിട്ടുണ്ടായത്. പത്തനംതിട്ടയിലേക്കാണ് അമ്മയും കുഞ്ഞുങ്ങളെല്ലാം പോയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ 7 കുഞ്ഞുങ്ങളെ ഞാൻ സെയിലിന് വെച്ചിട്ടുണ്ടായത്. പക്ഷേ കുറേ കുഞ്ഞുങ്ങൾ അപ്പുറപ്പുറമുള്ളതുകൊണ്ട് ഇവിടെ സെയിം പ്രായമില്ല കുഞ്ഞുങ്ങളില്ലായിരുന്നു. ഒരു കുഞ്ഞിനെയും കൂടെ ഞാൻ എക്സ്ട്രാ വെച്ച് കൊടുത്തിട്ടുണ്ടായിനി. അബദ്ധത്തിലെങ്ങാനും ഒരു കുഞ്ഞിക്ക് എന്തെങ്കിലും പറ്റിപ്പോയെങ്കിൽ അത്രയും ദൂരം പോകുന്നതല്ലേ. ഇതിപ്പോൾ ഒരു ദിവസം അവിടെ ഹോൾഡ് ചെയ്തിട്ട് പിറ്റേനെ കൊടുക്കുമല്ലോ എന്ന് അവർ പറഞ്ഞത്. ഡയറക്റ്റ് ഇടുന്ന അങ്ങോട്ടേക്ക് വണ്ടിയില്ലാത്തതുകൊണ്ട് അങ്ങനെ ചെയ്യുമല്ലോ എന്നാണ് പറഞ്ഞിട്ടുണ്ടായത്. അതുകൊണ്ട് സേഫായി എത്തിയിട്ടാകുമ്പോൾ വീഡിയോ ചെയ്യാമെന്ന് വെച്ചിട്ടാണ് ഇത്ര ദിവസം ചെയ്യാണ്ട് നിന്നിട്ടുണ്ടായത്. എന്തായാലും കുഞ്ഞുങ്ങളും അമ്മയെല്ലാം അവിടെ സേഫായി എത്തിയതിൻ്റെ വീഡിയോ ആ ചാനലിൽ വരുമെന്ന് പ്രതീക്ഷിക്കുക. അപ്പോൾ ഇത്രയല്ലേ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.